ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മദേഴ്സ് ഡേ ആണ്, അമ്മമാരുടെ ദിവസം. ഈ ദിവസത്തിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. അത് കാര്യങ്ങളാണോ, കഥയാണോ, സ്വന്തം ജീവിതമാണോ, അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുള്ളൊരു സംഗതി. ഇപ്പം വേറൊന്നുമല്ല, ഈ കഥ നിങ്ങൾ എവിടെയാണോ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ FB-യിലാണോ യൂട്യൂബിലാണോ എവിടെയാണോ കേൾക്കുന്നത്, അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തണം കമൻ്റായിട്ട്. വേറൊന്നുമല്ല, എനിക്കത് കേട്ടിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യണം, എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കണം, അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, +2 വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ BCom പഠിക്ക്, ഏതെങ്കിലും സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ നിനക്ക് ജോലിക്ക് കയറാം, ക്ലർക്കായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പ്യൂണായിട്ടോ ഒക്കെ ജോലിക്ക് കയറാം, അവസരങ്ങൾ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് 2006-ലാണേ. അങ്ങനെ ഞാൻ +2 വിദ്യാഭ്യാസത്തിന് ശേഷം പുനലൂർ SN കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെ BCom കോപ്പറേഷൻ ചേർന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇൻട്രോവേർട്ടായൊരു കുട്ടിയായിരുന്നു, അന്തർമുഖനായി. എനിക്ക് കോളേജിലൊന്നും പോകാൻ ആദ്യമൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ആദ്യ ദിവസം അങ്ങോട്ടേക്ക് കടന്നുപോയി. എനിക്ക് പോകാനുള്ള മനസ്സില്ല, ഭയങ്കര ഭയമായിരുന്നു ഉള്ളിൽ, എപ്പോഴും ഒരു പേടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നുപോയി. ഞാൻ ഇത് പകുതി വഴി വെച്ച് ഈ BCom ഒക്കെ അവസാനിപ്പിച്ച് എങ്ങോട്ടെങ്കിലും പോയാലോ, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ 1-ാം വർഷം പൂർത്തിയാക്കി 2-ാം വർഷത്തിലേക്ക് കടന്നു. 2-ാം വർഷത്തിൽ അധ്യയന വർഷം തുടങ്ങി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കോളേജിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ഈ മുതിർന്ന നേതാക്കന്മാർക്കൊന്നും മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പം ഈ ക്ലാസ്സിൽ അച്ചടക്കമായിട്ടിരിക്കുന്ന വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളെ തെരഞ്ഞു പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കി നമ്മളെ, അങ്ങനെ എനിക്കൊരു നറുക്ക് വീണ് കോളേജിൽ യൂണിയൻ ഭാരവാഹിയായിട്ട് മത്സരിക്കാൻ. പക്ഷെ എന്നോട് അവർ ആദ്യം പറഞ്ഞിരുന്നത്, നീ ക്ലാസ് റെപ്പായിട്ടാണ് മത്സരിക്കുന്നത്, ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് BCom-നെ പ്രതിനിധീകരിച്ച് മത്സരിക്കണം. അപ്പോഴെനിക്ക് ഭയം തോന്നി, ഇങ്ങനെ മത്സരിച്ചാൽ എനിക്ക് എങ്ങനെ പറ്റും, ഈ പിള്ളേരോടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്നൊക്കെ നോക്കിയിരുന്നു. പിന്നെ എങ്ങനെയോ ഉന്തിത്തള്ളി എന്നെ അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ 3-4 ദിവസത്തെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 4-5 ദിവസം കഴിഞ്ഞിട്ട് പറയുന്നതിനോട്, നീ നാളെ മുതൽ മുണ്ടെടുത്തുകൊണ്ട് വരണോ. എനിക്ക് അന്ന് മുണ്ടെടുക്കാനും അറിയത്തില്ല, ഇപ്പോഴും അറിയില്ല പക്ഷെ അവർ പറഞ്ഞു. ഞാൻ മുണ്ടെടുത്ത് പോയി. അപ്പം അന്ന് വൈകുന്നേരം ഞാൻ അറിയുന്നത്, ഞാൻ നിൽക്കുന്നത് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായിട്ടല്ല, ആ കോളേജിലെ 964 വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനറൽ സീറ്റിൽ മത്സരിക്കുകയാണ്. മാഗസിൻ എഡിറ്ററായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോഴും നെഞ്ചിനകത്തൂടെ ഒരു തീ ഇങ്ങനെ കാളി. എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ കടന്നുകൂടി. ഞാൻ എന്ത് ചെയ്യാം. അപ്പം ഞാൻ പിന്നെ കോളേജിലേക്ക് പോകണ്ടെന്നൊക്കെ ഉള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴും എൻ്റെ അമ്മക്ക് ഭയങ്കര ഭയമായിരുന്നു. അധികം ലോകം കാണാത്ത, അല്ലെങ്കിൽ ഒരുപാട് യാത്രകളൊന്നും ചെയ്യാത്ത അമ്മ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെയാണ് ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നീ അങ്ങനെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ അച്ഛൻ പൂർണ്ണമായ സപ്പോർട്ടിൽ നിന്നു, ഒന്നും മിണ്ടിയില്ല, പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പം അങ്ങനെ മുന്നോട്ട് കടന്നുപോയി. പിന്നെ കോളേജ് ചെന്നപ്പോഴത്തേന് അത് അത്യന്താപേക്ഷിതമായി മാറി. ഞാൻ അങ്ങനെ ഇലക്ഷൻ മത്സരിച്ചു. അങ്ങനെ ഇലക്ഷൻ മത്സരിച്ച് മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം ഇന്നുള്ളതുപോലല്ല, അന്ന് നല്ല സംഗതിയാണ്. ആ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിൽ മാഗസിൻ എഡിറ്റർ സ്ഥാനത്തേക്ക് നിന്ന് മത്സരിക്കുന്നത് ഞാൻ. എൻ്റെ പേര് വിളിക്കുന്ന സമയത്ത് പുനലൂർ SN കോളേജിലെ ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ ഞാൻ പിള്ളേർക്കിടയിൽ നിൽക്കുകയാണ്. അപ്പം എനിക്ക് ചോദ്യം ഒന്ന് മുണ്ടെടുക്കാൻ പോലും അറിയില്ല. ഞാൻ ആ മുണ്ട് എങ്ങനെയോ കുത്തി കെട്ടി വെച്ച്, അന്ന് ബെൽറ്റ് ഇല്ലായിരുന്നു, തൊട്ടടുത്ത് കിടന്നൊരു കയറെടുത്ത് വെച്ച് കെട്ടി വെച്ചു. 2 പ്ലാസ്റ്റിക്കിൻ്റെ 2 ചെരുപ്പായിരുന്നു, ആ ചെരുപ്പ് എടുത്തിട്ടു. 2 പേര് ഞാൻ എടുത്തു പറയുകയാണ് ഇവിടെ, T അഫ്സലും അൻസാരി. അവരുടെ ഭയങ്കരമായ സപ്പോർട്ട്, അവരാണ് എന്നെ ഉന്തിത്തള്ളി ശരിക്കും പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. ഞാൻ എൻ്റെ പേര് വിളിക്കുകയാണ്. 3 തവണയാണ് പേര് വിളിക്കുന്നത് മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം. 3-ാമത്തെ പേര് വിളിച്ചപ്പോഴത്തേന് ഞാൻ നേരെ സ്റ്റേജിൽ കയറി. ഞാൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അത് പറയാൻ വേണ്ടിയിട്ട് കയറി നിന്ന്. ഞാൻ കയറിയപ്പോഴത്തേനും അവിടെ കൂക്കുവിളിയും ബഹളങ്ങളും ഒക്കെ ആയി. ഞാൻ ഉറക്കം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, പഞ്ചവത്സര പദ്ധതികളായി മുടങ്ങിക്കിടക്കുന്ന മാഗസിൻ ഞാൻ പുറത്തിറക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ്, ഇപ്പം വിക്കിയതുപോലെ അതേ രീതിയിൽ അവിടെ ഇതിലും വലിയ വിക്കോടുകൂടി അവിടെ സംസാരിച്ച് ഇറങ്ങി. അപ്പം ശരിക്കും അവിടുന്ന് കയ്യടിയും കൂക്കുവിളിയും ബഹളവും എല്ലാം കണ്ടു.
അപ്പോഴത്തേന് വേറെ വിളി, അവിടുന്ന് ഇവിടുന്ന് എല്ലാം ജയിക്കും എന്നുള്ളൊരു വിളി വന്നു. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ പിന്നെ നേരിട്ടു. അവിടുത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചു. 400 സംതിങ് വോട്ടിനാണ് അന്ന് ജയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജീവിതം അവിടുന്ന് മാറുകയായിരുന്നു, വലിയ രീതിയിൽ മാറി. അപ്പോഴും ഞാൻ വീട്ടിൽ വന്ന് അമ്മ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അമ്മ ഈ SM കോളേജിലെ വിദ്യാർത്ഥികളുടെ സമരങ്ങളുടെ കാര്യങ്ങൾ, അടിയും ബഹളങ്ങളും ഒക്കെ കേട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ. അമ്മ പഴയ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പം അമ്മ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മക്ക് ഭയമാണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്, നീ എങ്ങനെ പോകും എന്നൊക്കെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ട്യൂഷന് പോകുമായിരുന്നു, ട്യൂഷൻ എടുക്കുമായിരുന്നു ഒക്കെ. അങ്ങനെ മുന്നോട്ട് പോയി. വീണ്ടും സജീവമായി ഇറങ്ങി, യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി. SFIയുടെ ഭാരവാഹിയായി, ഏരിയ ഭാരവാഹിയായിട്ടിരുന്നു. അങ്ങനെ ഓരോ ദിവസം കടന്നുപോയി. തൊട്ടടുത്തുള്ള പ്രാദേശിക ചാനലിൽ ജോലിക്ക് കയറി. അങ്ങനെ ശരിക്കും പറഞ്ഞ ജീവിതം മാറുകയായി. എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു സ്പാർക്ക് ഒക്കെ അവിടുന്ന് കത്തിക്കയറാൻ തുടങ്ങി. അങ്ങനെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോയി. കോളേജിലെ BCom കോർപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ മനസ്സിൽ നരവംശാസ്ത്രവും IAS എന്ന് പറഞ്ഞ കടമ്പയും ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനും ഒക്കെ കടന്നു വന്നു. ഞാൻ പിന്നീട് ജേർണലിസം പഠിച്ചു, TKM കോളേജിൽ ലൈബ്രറി സയൻസ് പഠിച്ചു. ആദ്യം ജോലി ലഭിക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ട്. പിന്നീട് അതിനുശേഷം നമ്മുടെ ലൈവ് വാർത്തയിൽ ജോലി ചെയ്തു, ജേർണലിസ്റ്റായിട്ട്. അവിടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കം. അതിന് മുന്നേ തന്നെ ഈ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ പ്രാദേശിക ഫോക്സ് TVയിൽ ന്യൂസ് റീഡിങ്ങിനും ഡബിങ്ങിനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ അപ്പോഴും ആലോചിക്കും. അപ്പം ഞാൻ ഈ പിന്നങ്ങ് വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും ഇടയിലേക്കൊക്കെ ഇറങ്ങി. എനിക്ക് ഒരു മുറിക്കുള്ളിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പം ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ നിരവധി ചാനലുകളിൽ, സാറ്റലൈറ്റ് ചാനലുകളിലും ദേശീയ ചാനലിലും വർക്ക് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് വർക്ക് ചെയ്ത് ETV ഭാരതിലായിരുന്നു. ETV ഭാരതിയിൽ വർക്ക് ചെയ്തു. 2018 അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ശബരിമല ഇഷ്യൂ നടക്കുന്നത്. ശബരിമല ഇഷ്യൂ നടക്കുമ്പം അന്ന് ശബരിമലയിൽ നിന്ന് തല്ലി കിട്ടിയ ഒരാൾ കൂടിയാണ്. അപ്പോഴും എൻ്റെ അമ്മ, അവർക്ക് ഭയമാണ്, അപ്പോഴും ഭയമാണ്. കാരണം ഞാൻ ഈ 16 വർഷം കഴിഞ്ഞു ഈ മീഡിയ ഫീൽഡിലുള്ള. ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ അമ്മക്ക് അതേ ഭയമുണ്ട്. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ടിങ് ആ മേഖലകളിലൊക്കെ എങ്ങനെ പോകും, എങ്ങനെയാണെന്നുള്ള ഭയം ആ അമ്മയെ ഇങ്ങനെ ആകുലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഈ 2018 കഴിഞ്ഞു. ETVയിലാണ് ലാസ്റ്റ് ജോലി ചെയ്തത്. അപ്പം കുറച്ചുകൂടി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 2020 അവസാനത്തോടുകൂടി ഞാൻ ETV ഭാരതിൽ നിന്നും ഇറങ്ങി. അവിടുന്ന് പിന്നീട് 2021 ഞാൻ പഴയ ആ BCom കോർപ്പറേഷനിലേക്കും ജേർണലിസത്തിലേക്കും എൻ്റെ ഈ പറയുന്ന ലൈബ്രറി സയൻസിലേക്കും പഠിച്ചതിലേക്കൊക്കെ ഒരുമിച്ച് ഞാൻ കടന്നു വന്നു. അതായത് അമ്മ ആദ്യം ചിന്തിച്ച, അമ്മക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ BCom കോർപ്പറേഷനിലേക്ക് എനിക്ക് തിരിച്ചു വരാനും പറ്റി. ഞാൻ ജേർണലിസത്തിലൂടെയും കടന്നുപോയി. അങ്ങനെയാണ് 2021 ഐക്യൂബ്സ് ഉണ്ടായത്. ഏഷ്യയിലെ ആദ്യത്തെ മീഡിയ പ്രൊഡക്ഷൻ ഹൗസായ ഐക്യൂബ്സ് ഉണ്ടായത്, ആർട്ടിസ്റ്റ് വെൽഫെയർ യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇന്ന് അവിടെ നിന്നുകൊണ്ട് എനിക്ക് വളരെ സന്തോഷത്തോടെ നിറവോടെ പറയാൻ കഴിയുന്നത്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ക്ലർക്കാകാൻ എന്നെ വിട്ടെങ്കിൽ ഞാൻ ഇന്ന് ഒരു യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായി മാറി. അതും ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മീഡിയ പ്രൊഡക്ഷൻ ഹൗസിന്. ഒരുപാട് സന്തോഷം തോന്നി ഈ നിമിഷം. നിങ്ങളോട് ഈ ദിവസം ഇത് പങ്കുവെക്കാൻ കഴിഞ്ഞതും വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ അമ്മയുടെ സ്വപ്നവും എനിക്ക് നിറവേറാൻ പറ്റി. എൻ്റെ സ്വപ്നങ്ങളിലൂടെ എനിക്ക് കടന്നു പോകാൻ പറ്റി. ഒരുപാട് പേരെ ഒപ്പം നിർത്താൻ പറ്റി. കുറച്ച് നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പറ്റി. കുറച്ച് പേർക്ക് വലിയ വരുമാനമൊന്നും ഇല്ലെങ്കിലും കുറച്ച് വരുമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു. സ്വന്തമായി നല്ല വർക്കുകൾ ചെയ്യാൻ കഴിയുന്നു. അത് സർക്കാരിനൊപ്പം നിന്ന് വർക്കുകൾ ചെയ്യാൻ കഴിയുന്നു. മീഡിയ പ്രൊഡക്ഷൻ മേഖലയിൽ കുറേയധികം മുന്നോട്ട് പോകാൻ കഴിയുന്നു. അതിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നി ഈ നിമിഷം. അപ്പോൾ ഇന്ന് ഈ ഒരു കഥ നിങ്ങളോട് പറയാൻ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഈ അമ്മ ദിനത്തിൽ, അല്ലെങ്കിൽ അമ്മമാരുടെ ദിനത്തിൽ ഇത് പറയുക എന്നുള്ളത് വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് കമൻറ്റുകളായിട്ടൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം. അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കണം. ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടും, അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കൂടെ പറയാൻ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്
പിന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് തോന്നുന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 20 പേരിൽ ഒരാളായിട്ട് എനിക്ക് ഡൽഹിയിൽ റിസർച്ച് പേപ്പർ അവതരിപ്പിക്കാൻ പറ്റി. അപ്പോഴും എൻ്റെ അമ്മയുടെ മുഖത്ത് ഞാൻ ഒരു സന്തോഷം കണ്ടു. അമ്മ അന്ന് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലർക്കാവാൻ വിട്ട ഞാൻ ഇന്ന് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു സബ്ജക്റ്റ് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 20 പേരിൽ ഒരാളായിട്ട് അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഡൽഹിയിൽ പോകാൻ കഴിയും. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് വാങ്ങിയ മറ്റൊന്ന് രണ്ട് അവാർഡുകൾ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോഗ്രാമിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം, ICയുടെ ഗ്ലോബൽ കോഓപ്പറേറ്റീവ് കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള അവസരം, ഇതെല്ലാം എനിക്ക് കിട്ടി എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൽ പറയാനുള്ളത്. ഇപ്പം നമ്മൾ എനിക്ക് പറയാൻ 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, ഒരു സംഗതിയെ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് അതിന് പിന്നാലെ പോയാൽ നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരിടത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. എൻ്റെ അമ്മായോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇതൊരു വിജയകഥയാണോ അല്ലെങ്കിൽ ഇതൊരു കഥയാണോ അല്ലെങ്കിൽ ജീവിതമാണോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എനിക്ക് ഈ നിൽക്കുന്ന ഈ നിമിഷവും ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എല്ലാവരോടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയണം, വിളിച്ചു പറയുക അല്ലെങ്കിൽ കമൻ്റായിട്ടൊക്കെ. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും പറയുകയൊക്കെ വേണം. എല്ലാവർക്കും നന്ദി.